ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചേമ്പിൻ്റെ തട നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് നട്ടതെന്നാണ് കാണിച്ച് തരണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നടാൻ പോകുന്ന സ്ഥലം ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ എവിടെയാണോ നമ്മളിത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ഇതൊരു ചാക്കിലാണ് നടണത്, പക്ഷേ ആ ചാക്ക് കൊണ്ടുപോയി വയ്ക്കാൻ പോകുന്ന സ്ഥലമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നിറയെ ഒച്ച് വന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ ചാക്കിൽ ഇത് കൊണ്ടുപോയി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ചാക്കിനകത്ത് ചേമ്പ് നട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒച്ചുകളായിരിക്കും കേട്ടോ ഈ ചാക്ക് മുഴുവൻ കയറിയിട്ട് നിറഞ്ഞിരിക്കും. പിന്നെ നമ്മൾ ആ നട്ട ചേമ്പിൻ്റെ തടയെല്ലാം ഇവർ കഴിച്ചിട്ട് പോകും. പിന്നെ നമുക്ക് ചേമ്പ് കിട്ടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഭാഗമൊക്കെ ക്ലീൻ ആക്കിയിട്ട് അവിടെ കുമ്മായം ഇട്ട് കൊടുത്തതാണ്. പിന്നെ നടാനെടുത്ത് ചാക്കെടുത്തു. ഞാനപ്പോൾ ഈ കരിയിലകളൊക്കെ അടിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോ കിറ്റുകളിലാക്കി വയ്ക്കും. അങ്ങനെ 2 കിറ്റ് കരിയില ഈ ചാക്കിലേക്ക് ആദ്യമേ തന്നെ നിറച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഈ ചാക്കിൻ്റെ താഴ്ഭാഗം കണ്ട ആ മൂട് ഭാഗം ഇങ്ങനെ മൂല കോർണറിലേക്ക് ഇങ്ങനെ മടക്കി അകത്തേക്ക് തള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചെരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ ഇത് അടിയിൽ നിന്ന് നമുക്ക് റൗണ്ടായിട്ട് കെട്ടിയിട്ടിട്ട് ചാക്ക് തിരിച്ചു എടുക്കാം. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഇതാണ് ഒന്നുകൂടി എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആ കരിയിലയുടെ മുകളിലേക്ക് കുറച്ച് കുമ്മായം കൂടി ഇട്ട് കൊടുത്തു. ഈ കരിയിലകളിൽ എങ്ങാനും ഒച്ചിരിപ്പുണ്ടെങ്കിൽ അത് പൊക്കോളും. മാത്രമല്ല ഈ കുമ്മായം ഇടണതും നല്ലതാട്ടോ. നമ്മുടെ ചെടികൾ നടണതിന് മുമ്പായിട്ട് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലല്ലേ നമ്മൾ ചെടികൾ നടണത്. അതുപോലെ തന്നെ ഈ കുമ്മായം കുറച്ച് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ അടിവളമായിട്ട് അവിടെ കിടന്നോളൂ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പച്ചിലകൾ ഇട്ട് കൊടുത്തിട്ട് ഏത് പച്ചിലയാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഇരുമ്പൻപുള്ളിയുടെ ഇലയാണ്. ഞാനിപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതാണ് പറിച്ചിട്ട് കൊടുത്തത്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ചാരം നന്നായിട്ട് തന്നെ ഒരു 2 അടിച്ചുവാരി നിറയെ ചാരം ഇട്ട് കൊടുത്തു. ആ ചാരത്തിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ആട്ടിൻ കാഷ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ജൈവവളമാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. ചാണകമോ കോഴിക്കാഷ്ടമാകുമ്പോൾ കുറച്ച് നാൾ അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം കുറേ നാൾ സൂക്ഷിച്ചതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നേരെ ഡയറക്റ്റായിട്ട് കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കാൻ പാടില്ല. ചാണകം ആട്ടും കാഷ്ടമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാരത്തിൻ്റെ മുകളിൽ ചാണകം ഇട്ടു. വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചിലയും കരിയിലയും ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ചാരവും ചാണകവും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് പച്ചിലയും കുറച്ച് കരിയിലയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഒരു ലെയർ മണ്ണ്. ഒരുപാട് മണ്ണൊന്നും വേണ്ട. ഈ അടിച്ചുവാരിയിൽ ഒരു ലെയർ മണ്ണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ആ നടാനുള്ള ചേമ്പിൻ്റെ തട എടുത്തിട്ട് മുകളിൽ വെച്ച് കൊടുത്തു. വീണ്ടും ഒരു അടിച്ചുവാരി മണ്ണും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലേക്ക് ഇനി മണ്ണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ വേറെ അടിയിലേക്കേ പോകുള്ളൂ, മുകളിലേക്കല്ലല്ലോ. എന്നാലും കുറച്ച് മണ്ണ് മുകളിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ല വെയിലത്തേക്ക് ഇരിക്കണമെങ്കിൽ അതിൻ്റെ ചോട്ടിലേക്ക് നേരെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കരിയിലയും കൂടി ആ ചോട്ടിലും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര മതി കേട്ടോ. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കരിയിലയും ഇതെല്ലാം തനിയെ ഇങ്ങനെ അഴുകി കുറേ നാൾ കഴിയുമ്പോഴത്തേന് ഇത് ഇരുന്നോളും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും അതിൻ്റെ മുകളിൽ കരിയിലയും ചാരവും ചാണകപ്പൊടിയും ഒക്കെ വീണ്ടും ഇട്ട് കൊടുക്കാം. കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും അത് കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോളും. ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. മണ്ണല്ല, ചാരവും ചാണകവും കരിയിലയും മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് ഒരു പിടി മണ്ണും വിതറി കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ നട്ടത് ഈ ചേമ്പാട്ടോ, ഈ വലിയ ടൈപ്പ് ചേമ്പില്ലേ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങണേ, അതാണ് ഈ നട്ടു വച്ചേക്കണത്. ചേമ്പ് തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. പിന്നെ ഇത് ചെറു ചേമ്പാണ്. ഇതും നമ്മൾ മീൻ കറിയിലൊക്കെ ഇടും. ഇതിൻ്റെ തന്നെ കിഴങ്ങ് മാത്രം എടുത്തിട്ട് നമ്മൾ കറിയൊക്കെ വയ്ക്കുമല്ലോ, ചെറു ചേമ്പ്, അതാണിത്. പിന്നെ ഇതിൻ്റെ തന്നെ കാട്ടുചേമ്പും ഉണ്ട്. കാട്ടിൽ വെറുതെ ആരും നടാതെ തന്നെ മുളച്ചുണ്ടാവണത്. അത് നമുക്ക് ഇങ്ങനെ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കില്ല. ആ സമയത്ത് മാത്രമാണ് ആ കാട്ടുചേമ്പ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതിങ്ങനെ ആരും നടുവൊന്നും വേണ്ട, തനിയെ കാട്ടിൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ നീലച്ചേമ്പുണ്ട്, താമരച്ചേമ്പുണ്ട്. ചേമ്പുകൾ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കാട്ടുചേമ്പിൻ്റെ കിഴങ്ങും നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. ചൊറിച്ചിലുണ്ടാവും, അപ്പോൾ നന്നായിട്ട് പുളി ചേർക്കണം എന്നുള്ളൂ. ഇത് നമ്മുടെ ചീരച്ചേമ്പാണ്. ഇതിന് കിഴങ്ങുണ്ടാവില്ല. നമുക്ക് അതിൻ്റെ തണ്ടും ഇലയും തോരൻ വയ്ക്കണ ചേമ്പാണ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ചേമ്പുണ്ട്. ചേമ്പ് കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇങ്ങനെ നട്ട് നോക്കിക്കോ. ഇഷ്ടം പോലെ വിത്തുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.